നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി വലിയൊരു സമരം നടക്കുകയാണ്. തീർച്ചയായും വളരെ ന്യായമായ ഒരു ആവശ്യമാണ് നഴ്സുമാരുടെ ശമ്പള വർധനവ്. വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് പലപ്പോഴും മതിയായ വിശ്രമം പോലും ഇല്ലാതെയാണ് അവർക്ക് ജോലി ചെയ്യുന്നത്. അവർക്ക് ശമ്പളം കൂട്ടേണ്ടത് ആരാണ് എന്നതാണ് പ്രധാന വിഷയം. നഴ്സുമാരുടെ ശമ്പളം കൂട്ടിയാൽ സ്വാഭാവികമായും ഈ സ്വകാര്യ ആശുപത്രികൾ രോഗികളുടെ മേൽ ഈടാക്കുന്ന ചാർജും കൂട്ടും. അതിലൊരു തർക്കവും വേണ്ട. സേവനത്തിന് അർഹമായ വേതനം നൽകണം എന്നതിൽ തർക്കമില്ല. എന്നാൽ അത് സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെയും സാധാരണക്കാരുടെ ചികിത്സാ സൗകര്യങ്ങളെയും ബാധിക്കാത്ത രീതിയിലായിരിക്കണം. പ്രായോഗികമായ ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട കാര്യങ്ങൾ സമരത്തിലൂടെ സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ആരോഗ്യ മേഖലയെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ ഇപ്പോൾ ചെയ്യുന്ന സമരം ഒരു പ്രഹസനം എന്ന് തന്നെ പറയാം. ഒരു ദിവസം നടത്തിയ ദേശീയ പണിമുടക്കിനെ കളിയാക്കിയവരെല്ലാം തന്നെ ഇപ്പോൾ കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം കൂട്ടാനുള്ള സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്രം പാസാക്കിയ പുതിയ ലേബർ കോഡ് അനുസരിച്ച് 300 തൊഴിലാളികൾ വരെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ തന്നെ ആ തൊഴിലാളികളെ പിരിച്ചുവിടാൻ നിയമപരമായി സാധിക്കും. അതേപോലെ സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം നിലവിലുള്ള നിയമം അനുസരിച്ച് ആശുപത്രികളിലെ ബെഡുകളുടെ എണ്ണം അനുസരിച്ചാണ് ശമ്പളം നിശ്ചയിക്കേണ്ടത്. 200-ൽ കൂടുതൽ ബെഡുകളുള്ള ആശുപത്രിയിൽ സർക്കാർ നഴ്സുമാർക്ക് തുല്യമായ ശമ്പളം നൽകിയിരിക്കണം. 100 മുതൽ 200 വരെ കിടക്കകൾ ഉണ്ടെങ്കിൽ സർക്കാർ ശമ്പളത്തേക്കാൾ പരമാവധി 10% മാത്രമേ ശമ്പളം കുറയാൻ പാടുള്ളൂ. ഇനി 50 മുതൽ 100 വരെ കിടക്കകളാണ് ഉള്ളതെങ്കിൽ സർക്കാർ ശമ്പളത്തേക്കാൾ പരമാവധി 25% കുറയാൻ പാടുള്ളൂ. 50-ൽ താഴെ കിടക്കകളുള്ള ചെറിയ ആശുപത്രിയാണെങ്കിൽ പോലും പ്രതിമാസം ശമ്പളം 20,000-ൽ കുറയാൻ പാടില്ല. ഇതൊക്കെ മറികടക്കാൻ ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികൾ പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവരെ നഴ്സ് എന്ന പോസ്റ്റ് കൊടുക്കാതെ ട്രെയിനി എന്ന പേരിൽ കുറഞ്ഞ ശമ്പളത്തിൽ നിയമിക്കുകയാണ്. ട്രെയിനികൾക്ക് മിനിമം വേജ് ബാധകമല്ലെന്ന നിയമത്തിലെ ഒരു പഴുതാണ് സ്വകാര്യ ആശുപത്രികൾ ചൂഷണം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പഠനം കഴിഞ്ഞിറങ്ങുന്ന നഴ്സുമാർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനായി കുറഞ്ഞ തുകയ്ക്ക് ജോലി ചെയ്യാനും തയ്യാറാകുന്നു. സർക്കാരിനെതിരെയല്ല, മറിച്ച് അർഹമായ സാലറി നൽകാതെ നഴ്സുമാരെ ചൂഷണം ചെയ്യുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് എതിരെയാണ് സമരം ചെയ്യേണ്ടത്. UNI എന്ന സംഘടനയിൽ അംഗത്വമുള്ളവർ 40,000 ഇല്ലാതെ ഒരിടത്തും ജോലിക്ക് കയറരുത് എന്നൊരു തീരുമാനമെടുക്കണം. സമരം സംഘടിപ്പിക്കേണ്ടത് ഈ സ്വകാര്യ ആശുപത്രികൾക്ക് മുന്നിലാണ്. നഴ്സുമാർ മാനേജ്മെന്റിന് എതിരായി സമരം നടത്തി അവിടെ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ സർക്കാർ ഇടപെടണം. നഴ്സുമാർക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഈ ജാസ്മിൻ ഷാ ഒരിക്കലും അതിന് തയ്യാറാകില്ല. അതിന് വേറെ പല കാരണങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഈ സമരത്തിന്റെ രക്ഷാധികാരിയായി ജാസ്മിൻ ഷാ പ്രഖ്യാപിച്ചത് വാർ റൂം സ്പെഷ്യലിസ്റ്റായ സാക്ഷാൽ KC വേണുഗോപാൽ സാറിനെയാണ്. വേണുഗോപാലിന്റെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ നഴ്സുമാർക്ക് നാളെ മുതൽ സമരക്കാർ ആവശ്യപ്പെടുന്ന പോലെ 40,000 രൂപ നൽകി മാതൃക കാണിക്കാൻ അദ്ദേഹം തയ്യാറാകേണ്ടതാണ്. ഒരുപക്ഷെ നഴ്സുമാരുടെ ശമ്പളം 40,000 ആക്കാൻ ആശുപത്രികൾ സമ്മതിക്കും. പക്ഷേ ചെറിയ ഒരു രോഗവുമായി സാധാരണക്കാരൻ അവിടെ ചെല്ലുമ്പോൾ വീടും വസ്തുവും വിൽക്കേണ്ടി വരും എന്നതാവും സംഭവിക്കാൻ പോകുന്നത്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചികിത്സാ ഫീസ് പകുതി ആക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടാൽ അവർ അതിന് സമ്മതിക്കില്ല. അതേപോലെ ശമ്പളം വർദ്ധിപ്പിക്കാനും സർക്കാർ ഉത്തരവ് ആവശ്യമില്ല. മാനേജ്മെന്റ് തീരുമാനം എടുത്താൽ ശമ്പളം വർദ്ധിക്കും. നാളെ പെട്രോൾ പമ്പിലെ പണിക്കാർക്കും തുണിക്കടയിലെ സെയിൽസ് സ്റ്റാഫിനും മിനിമം 30,000 രൂപ ആക്കാൻ സർക്കാർ ഓർഡർ ഇട്ടാൽ ഇവിടെ എന്താണ് നടക്കുക? ആരും അത് നടപ്പിലാക്കില്ല. സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ മാന്യമായ ശമ്പളം അറിയിക്കുന്നു. അത് കൊടുക്കേണ്ടത് സ്വകാര്യ ആശുപത്രി മുതലാളിമാരാണ്. ജാസ്മിൻ ഷായും ഷാജൻ സ്കറിയയും വേണുഗോപാലും രാജീവ് ചന്ദ്രശേഖറും ഒരുമിച്ച് ഒരു വേദിയിൽ ഇരുന്നാൽ കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ല. മാന്യമായി ശമ്പളമില്ലെങ്കിൽ ആസ്റ്ററിലും മെഡിക്കൽ ട്രസ്റ്റിലും ലൂർദ് ഹോസ്പിറ്റലിലും ലിസിയിലും ലേക്ക് ഷോറിലുമൊക്കെ സമരം ചെയ്യണം. ആ വേദിയിൽ വന്ന് സംസാരിക്കാൻ ആർക്കൊക്കെ ചങ്കൂറ്റം ഉണ്ടെന്ന് അപ്പോൾ കാണുകയും ചെയ്യാം.